അങ്ങനെ നമ്മുടെ പവിത്രം സീസൺ 2 ആദ്യം തന്നെ കാണിക്കേണ്ടത് ഒരു വലിയ പോലീസ് ഓഫീസറാണ്. ഒരു മോളിലാണ് അയാളുടെ ഭാര്യയെ കൂട്ടിയിട്ട് പർച്ചേസിങ്ങിന് വന്നതാണ്. അവളും ഗർഭിണിയാണ്. ആ സമയത്താണ് നമ്മളെ ഗുണ്ടകൾ ആ പോലീസ് ഓഫീസറെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോലീസ് ഓഫീസറിൻ്റെ ഭാര്യ രാധിക മയങ്ങി വീഴുന്ന സമയത്ത് വേഗം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അവരെ ICUലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേദയാണ്. വേദ ഗർഭിണിയാണ്. വേദ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കഴിയുന്നത്. ശ്രേയ എന്ന് പറയുന്നുണ്ട്. ശ്രേയയുടെ കൂടെ കഴിയുന്ന സമയത്ത് ശ്രേയയോട് കഥകൾ പറയുന്നത്, ഞാൻ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങടെ ആദ്യം പോകേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആദ്യം വരുന്ന ട്രെയിനിൽ തന്നെ ഞാൻ കയറി അത് ഇവിടേക്ക് ഡൽഹിയിലേക്ക് എത്തി. നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത്ര അടുപ്പമൊന്നും ഇല്ലായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി നീയാണ് ഏറ്റവും എൻ്റെ നല്ല ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയുടെ ഡെലിവറി ഡേറ്റ് അടുത്തും കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവളാണെങ്കിൽ അറിയാതെ ഒരു റീൽസിൽ പെടുന്നുണ്ട്. ഒരു മലയാളികൾ റീൽസ് ഇടുന്നുണ്ട്. അത് നമ്മുടെ ദർശനാണെങ്കിൽ കാണാനിടയും ആവുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ശ്രേയയ്ക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് ഒരാഴ്ച. അതുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇവിടെ ഇരുന്നോട്ടെ, വീട്ടിൽ ആരും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ രണ്ടാൾ ഷെയർ ചെയ്യുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ വേദേനെ. എന്തായാലും വേദേനെ കൂട്ടിയിട്ട് നമ്മുടെ സിസ്റ്റർ പോകുന്നുണ്ട്. നമ്മുടെ ശ്രേയ ആണെങ്കിൽ മരുന്ന് വാങ്ങാനും പോകുന്നുണ്ട്. വേദയാണെങ്കിൽ നമ്മുടെ വിക്രത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദന അടുത്ത് റൂം ഷെയർ ചെയ്യണത് നമ്മുടെ പോലീസ് ഓഫീസറിൻ്റെ ഭാര്യയാണ്. അവളാണെങ്കിൽ കോംപ്ലിക്കേഷൻ കേസായിട്ട് ICUലാണ്, വല്ലാത്ത ബ്ലീഡിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രേയ വന്ന് പറയേണ്ടത്, നീ ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ച് നിൽക്കണണ്ട, ഇവിടെ ആരോടും നീ സത്യങ്ങളൊന്നും പറയണ്ട, അവർ എന്താൾക്കാരാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം എനിക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റൂ, നീ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുമെന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ വേദശ്രയോട് പറയണ്ടേ എനിക്കൊരു പേടിയും പേടിക്കണ്ട, ആ സിസ്റ്റർ പറഞ്ഞു ഇവിടെ ഒരു ബെല്ലുണ്ട്, അത് അമർത്തിയാൽ മതി, എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ മുഴുവൻ ഇവിടെ എത്തിക്കോളുന്നാണ് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് ഓഫീസിൽ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രേയനെ യാത്ര പറഞ്ഞയക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ വേദന എന്നെ ആലോചിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ ജയിലിൻ്റെ ഒപ്പം കഴിയുന്ന ആളിനോട് പറയുന്നുണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, എനിക്ക് ഇത്ര കാലം ജയിലിൽ കിടക്കണത് ആദ്യമൊന്നുമല്ല, പക്ഷേ ഇത്ര ദിവസം എനിക്ക് ഇവിടുന്ന് പോകേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ എത്രയും പെട്ടെന്ന് പോകണം, എനിക്ക് എൻ്റെ വേദന കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമം അയാളോട് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേദൻ്റെ റൂം ഷെയർ ചെയ്യണ പോലീസ് ഓഫീസറിൻ്റെ അമ്മ വരുന്നുണ്ട്. അമ്മ വന്നിട്ട് അവൾ പറയേണ്ടത് എന്താ നിങ്ങൾ ഇവിടെ എന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ വേദോട് പറയേണ്ടത് എൻ്റെ മരുമകൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷനാണ്, അവളൊന്ന് വീണു, അവിടെ മോളിൽ വെച്ച് പോലീസ് അവൻ ഭർത്താവ് അടിക്കണ കണ്ടിട്ട് ഗുണ്ടകൾ അടിക്കണ കണ്ട് പേടിച്ചിട്ട് വീണതാന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വേദോട്. വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്, എന്താവുക എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കുട്ടി എടുക്കണം എന്നാണ് പറയണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയ്ക്കാണെങ്കിലോ വേദനയ്ക്ക് വരാറ് ഏകദേശം ആയി തുടങ്ങിയിരുന്നു. അപ്പുറത്താണെങ്കിൽ ശ്രീകാന്ത് റീൽസിൽ നമ്മുടെ വേദനെ കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് കുറച്ച് ഗുണ്ടകളൊക്കെ അയച്ചിട്ട് നമ്മുടെ വേദ ഏത് ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഒന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. എന്തായാലും ആ ഗുണ്ടകളോട് പറയേണ്ട വേദ ചിലപ്പോൾ അവിടെ ഒറിജിനൽ പേരാവില്ല പറഞ്ഞിട്ടുണ്ടാവുക, വേറെ പേരാവും പറഞ്ഞത്. എന്തായാലും എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയിട്ട് വേദനെ തീർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ഗുണ്ടകളൊക്കെ ആണെങ്കിലോ വേദനെ തെരഞ്ഞും കൊണ്ട് വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.